ഭംഗിയുള്ള ഒരു നെക്ലസ്സാണ് ഉണ്ടാക്കുന്നത്. അതിനാവശ്യമുള്ള സാധനങ്ങൾ നമുക്ക് നോക്കാം. ക്രിസ്റ്റൽസ് ചെറിയ സൈസാണ്, 2mm ഒക്കെ വരും. ഇത് ട്യൂബ്സ്, രണ്ട് സൈഡും ഹോളുള്ള ടൈപ്പാണ് ഞാനിവിടെ ഉപയോഗിക്കുന്നത്. ഹുക്ക്, വട്ടക്കണ്ണി, ഗിയർ ലോക്ക് 2 യൂസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഗിയർ വയർ, ഇതൊരു 45 സെൻറ്റിമീറ്റർ കട്ട് ചെയ്തെടുത്തിട്ടാണ് ഉപയോഗിക്കുന്നത്. അത് അവരുടെ അളവിനനുസരിച്ചിട്ട് സൈസ് എടുക്കാം. പിന്നെ കട്ടർ ആൻഡ് പ്ലെയർ. ഇനി നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് വട്ടക്കണ്ണി എടുത്തിട്ട് നമുക്ക് ഹുക്കയിൽ കോർക്കാം. വട്ടക്കണ്ണി നമ്മളതിന് ജമ്പ് റിങ്സ് എന്ന് പറയും. കടയിൽ പോയി ചോദിക്കുമ്പോൾ ജമ്പ് റിങ്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ കിട്ടുകയുള്ളൂ. അത് കോർത്ത് കഴിഞ്ഞാൽ നമുക്കിനി ഗിയർ വയറിലോട്ട് കോർക്കാം. പ്ലെയർ വെച്ച് വട്ടക്കണ്ണി നല്ല ടൈറ്റ് ചെയ്യുക, എന്നിട്ട് നമുക്കിനി കോർക്കാം. അതിനാദ്യം ഗിയർ ലോക്ക് എടുത്ത് കോർത്ത ശേഷം ഈ ഹുക്ക് കോർത്ത് നമുക്ക് ഗിയർ ലോക്ക് ചെയ്യാം. അതെങ്ങനെ ചെയ്യേണ്ടതെന്ന് നോക്കാം. ഈ ഗിയർ വയർ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ തിരിച്ചെടുത്തിട്ട് ടൈറ്റ് ചെയ്ത് പ്ലെയർ വെച്ച് പ്രസ് ചെയ്ത് ചെയ്യാണ് ചെയ്യുന്നത്. നമ്മൾ നല്ല ടൈറ്റ് ചെയ്തു. ഇനി പ്ലെയർ ഉപയോഗിച്ച് നമുക്കത് പ്രസ് ചെയ്ത് വയ്ക്കാം. എക്സ്ട്രാ വരുന്ന ഗിയർ വയർ നമുക്ക് കട്ട് ചെയ്യാം. നമുക്ക് ചെയ്യാം. ഫസ്റ്റ് ട്യൂബ് എടുത്തിട്ട് അതാണ് കോർക്കുന്നത്. അത് കോർക്കുമ്പോൾ അതിൻ്റെ ഡയറക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് കറക്റ്റായിരിക്കണം. ഈ ഹോള് നോക്കി കോർക്കണം. അടിഭാഗത്തുനിന്ന് മുകളിലോട്ട് വേണം കോർക്കാൻ. ഈ ഷേപ്പിൽ പിടിച്ചിട്ട് താഴത്തുനിന്ന് മുകളിലോട്ട് വേണം കോർക്കാൻ, എന്നാലാണ് കറക്റ്റായിട്ട് വരുള്ളൂ. അതൊരു ട്യൂബ് വൺ സൈഡ് കോർത്തിട്ട് നമുക്ക് ബീഡ്സ് കോർക്കണം. 4 ബീഡ്സാണ് ഞാനിവിടെ കോർക്കുന്നത്. അത് ഈ ട്യൂബിൻ്റെ സൈസിന് മാച്ചാവുന്നത് ഈ ബീഡ്സ് 4 കുറച്ച് വലിയ സൈസൊക്കെ നമുക്ക് യൂസ് ആണെങ്കിൽ 3 അല്ലെങ്കിൽ 2 ഒക്കെ ഇട്ടിട്ട് ചെയ്യാൻ പറ്റും. അതായത് ബീഡ്സിൻ്റെ വലുപ്പം അനുസരിച്ചിട്ട് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ ഈ ട്യൂബിൻ്റെ സൈസിന് ഞാൻ 4 ബീഡ്സ് ഇവിടെ ക്രിസ്റ്റൽ യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് അതിൻ്റെ ഫിറ്റായിട്ടിരിക്കുന്ന കറക്റ്റായിട്ട് വരുന്ന എണ്ണം. 4 ബീഡ്സ് കോർത്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് അടുത്ത് ട്യൂബാണ് കോർക്കേണ്ടത്. അങ്ങനെ ട്യൂബ് കോർക്കുക, പിന്നെയും ക്രിസ്റ്റൽ കോർക്കുക, വീണ്ടും ട്യൂബ് കോർക്കാം. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ ബീഡ്സ് കോർത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ട്യൂബിൻ്റെ മറ്റേ ഹോളിൽ കൂടെ കോർക്കണം. ഗിയർ വയർ എടുക്കുക. ഇനി അടുത്തത് നമ്മൾ ട്യൂബാണ് കോർക്കുന്നത്. ട്യൂബ് കോർക്കുമ്പോൾ നമ്മളത് വരേണ്ട ഡയറക്ഷൻ കറക്റ്റ് വെച്ച് നോക്കിയിട്ട് വേണം കോർക്കാൻ, അല്ലെങ്കിൽ മാറിപ്പോകും. പിന്നെ ഇതിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന പോലെയാണ് വരിക. സിക്സാക്ക് ആയിട്ട് ഉള്ള ഡിസൈൻ ആയിരിക്കും വരിക. അപ്പോൾ ഇങ്ങനെ വെച്ച് നോക്കണം. വെച്ച് നോക്കിയിട്ട് നമുക്ക് കോർക്കേണ്ടത് എവിടെയാണ്. ഇപ്പോൾ ഈ ഹോളിലാണ് നമ്മളിനി കോർക്കേണ്ടത്. അപ്പോൾ അത് നോക്കി വെച്ചിട്ട് വേണം കോർക്കാൻ. നമ്മൾ അതിലൂടെ ഗിയർ വയർ എടുക്കുക. കറക്റ്റ് പൊസിഷനിൽ അത് വരുന്നത് പോലെ വെച്ച ശേഷം നമുക്ക് വീണ്ടും മുത്ത് കോർക്കാം. നേരത്തെ കോർത്ത പോലെ തന്നെ 4 മുത്താണ് നമ്മൾ കോർക്കുന്നത്. ശരിക്കും ക്രിസ്റ്റലിൻ്റെ കളറ് നല്ല ഭംഗിയുണ്ടല്ലേ. ഇത് ലൈറ്റിൻ്റെ താഴെ വെക്കുമ്പോൾ നല്ല ഷൈനിങ് ആണ്. ഇതിപ്പോൾ ഞാൻ ടേബിളിൻ്റെ മേലെ വെക്കുമ്പോൾ ഇവിടെ അത്രയ്ക്ക് ലൈറ്റ് കിട്ടുന്നില്ല. ശരിക്കും ഇത് താഴെ വെക്കുമ്പോൾ നല്ല തിളക്കമാണ്. നല്ല അട്രാക്റ്റീവായ കളറായതുകൊണ്ട് നല്ല ഭംഗിയുണ്ട് ഇത് കാണാൻ. ഓക്കെ, ഇപ്പോൾ നമ്മൾ 4 ബീഡ്സ് കോർത്ത് കഴിഞ്ഞാൽ നേരത്തെ പോലെ തന്നെ ട്യൂബിൻ്റെ മറ്റേ ഹോളിലൂടെ നമ്മൾ വയർ എടുക്കുകയാണ്. നല്ല ടൈറ്റ് ചെയ്ത ശേഷം നമുക്കിതുപോലെ റിപ്പീറ്റ് ചെയ്യാം. കംപ്ലീറ്റ് ആയിട്ട് കോർത്തെടുക്കാം. ഓക്കെ, ഇതിപ്പോൾ കംപ്ലീറ്റ് ആയിട്ട് കോർത്ത് കഴിഞ്ഞു. ഇതാ ഒരു ലോങ് ചെയിൻ ആയിട്ടുണ്ട്. ഇതിന് നമ്മളിനി ഹുക്ക് കോർക്കണം. അതുകൂടിയുള്ളൂ ചെയ്യാൻ. അപ്പോൾ നമുക്ക് നോക്കാം. ഫസ്റ്റ് ഗിയർ ലോക്ക് ഇട്ടിട്ട് റിങ്സ് ഇടുകയാണ്. ഹുക്കിൻ്റെ ബാലൻസ് ആണ്. നമ്മൾ ഹുക്ക് നേരത്തെ കോർത്ത് കഴിഞ്ഞു. അതിൻ്റെ കണ്ണിയാണ്. ഹുക്ക് ഇടാനുള്ള കണ്ണി നമ്മൾ കോർത്തു. നേരത്തെ ചെയ്ത പോലെ തന്നെ ഗിയർ ലോക്കിൻ്റെ ഉള്ളിലൂടെ ഗിയർ വയർ എടുത്തിട്ട് ടൈറ്റ് ചെയ്യാണ്. നല്ല വലിച്ച് ടൈറ്റ് ചെയ്ത് വയ്ക്കാം. ടൈറ്റ് ചെയ്ത ശേഷം നമുക്ക് പ്ലെയർ വെച്ചിട്ട് പ്രസ് ചെയ്ത് വയ്ക്കാം. പ്രസ് ചെയ്ത്
ടൈറ്റ് ചെയ്ത് വെക്കാം. പിന്നെ അത് അഴിഞ്ഞു വരുമൊന്നുമില്ല, നല്ല ടൈറ്റ് ആയിരുന്നോളും. ഈ എക്സ്ട്രാ വരുന്ന വയറ് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ ഇത് റെഡി ആയി കഴിഞ്ഞു. നമുക്ക് നല്ല ഭംഗിയുള്ളൊരു നെക്ലസ്സായി. ഇതെല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം. താങ്ക് യു വെരി മച്ച്.